ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയിലുള്ള ചേഞ്ച് കണ്ടോ, ഒരു 2-3 മാസം മുന്നേ ഞാനിട്ട വീഡിയോയും ഇപ്പോൾ ഇടുന്ന ഈ വീഡിയോയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ മുടി അങ്ങനെ ഇങ്ങനെയൊന്നും ഒരുപാടങ്ങ് കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ മുടി വെട്ടി അതെനിക്കൊരു അബദ്ധം പറ്റി. പിന്നെ എനിക്ക് പഴയ മുടി അത്രയും തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം എന്നൊരാഗ്രഹം വെച്ചാണ് ഞാൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ ചാലഞ്ചിലൂടെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, അന്നത്തേതിലും ഒരുപാട് ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുടി വെട്ടുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ ഇതായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. മുടിക്ക് മെടഞ്ഞിട്ടാലും നന്നായിട്ട് തന്നെ കിടക്കുന്ന മുടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു അബദ്ധം പറ്റൽ തന്നെയായിരുന്നു. ഇത്രയും ലെങ്ത് കുറയ്ക്കേണ്ടതെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ്. പക്ഷേ വെട്ടി വന്നപ്പം അതൊരുപാടങ്ങ് മേളിൽ കയറിപ്പോയി. അപ്പോൾ ഒരു സന്തോഷം തോന്നിയെങ്കിലും പിന്നെ എനിക്ക് പഴയ ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര സങ്കടമായി. ഇത്രത്തോളം ലെങ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വിധത്തിലാണ് ഞാൻ ഇത്രയും പരുവത്തിലെങ്കിലും ഒന്ന് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അത് സാധാരണ എൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞാൽ, തുമ്പ് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ വളർന്നു വരാറുണ്ട്. പക്ഷേ ഇത് ഒരു മാസമായി 2 മാസമായി മുടിക്ക് യാതൊരു വിധ ചേഞ്ചും ഇല്ല, അതുപോലെ തന്നെ നടക്കുക. പിന്നെ അമ്മയാണ് സാധാരണ എൻ്റെ മുടിയുടെ തുമ്പ് വെട്ടി തരാറ്. അങ്ങനെ അമ്മയും കൊണ്ട് മുടിയുടെ തുമ്പ് വെട്ടിച്ചപ്പോഴാണ് പിന്നെയും വളരാൻ തുടങ്ങിയത് തന്നെ. ഒരുപാട് ഹെയർ പാക്കുകളും ഒരുപാട് ഓയിലും ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഓയിലൊക്കെ ആയിരുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കാറ്. ഒരു കെമിക്കലും എൻ്റെ തലയിൽ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. അത് പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ഏതൊരു ഹെയർ കെയർ ഞാൻ തലയിൽ എന്തൊരു മാസ്ക് ഇടുമ്പോഴായാലും ഞാൻ അതിന് മുന്നേ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ എണ്ണയാണ് ഞാനിവിടെ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കയ്യോന്നി വേണം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ കയ്യോന്നി. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കറിവേപ്പില. അതിൻ്റെ ഒരു കറിവേപ്പിൻ്റെ മണ്ട ഞാൻ ഒടിച്ചതാണ്. അതിനകത്ത് പൊട്ടിക്കിളിർത്തോളുമല്ലോ. ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ്. ഒരു 5 ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സൈഡ് ഫുള്ള് മുല്ലപ്പൂ ഇങ്ങനെ പൂത്ത് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. അപ്പം ഞാൻ 3-4 മൂട് കറ്റാർവാഴ നട്ടിരുന്നു. ഇപ്പം നല്ല ഉണക്കമായതുകൊണ്ട് എല്ലാം തന്നെ ഒരുമാതിരി വാടി നിൽക്കുന്നു. അപ്പം ഞാൻ നല്ല കറ്റാർവാഴ നോക്കി എടുക്കുകയാണ് കേട്ടോ. അതൊരു 2 കറ്റാർവാഴയുടെ പോള എടുത്തിട്ടുണ്ട് ഞാൻ. കറ്റാർവാഴയെല്ലാം ഇപ്പോൾ ഉണക്ക് കാരണം എല്ലാം ഏകദേശം ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും അതൊന്ന് പിരിച്ച് നടാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. ഞാൻ ചെടിച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി നടാനുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള കറ്റാർവാഴ കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒന്നുകൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പറയാം. ചെമ്പരത്തിപ്പൂ വേണം, കയ്യോന്നി വേണം, കറ്റാർവാഴ വേണം, കറിവേപ്പില വേണം. പിന്നെ നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങൾ ഒക്കെ മതി കേട്ടോ. ഇനി വേണ്ടുന്നത് ഇതിപ്പോൾ ഇനി നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിനി ഒന്നുകിൽ കല്ലിൽ ഇടിച്ചോ അതല്ലെങ്കിൽ ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടടിച്ചോ ഒക്കെ നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. കയ്യോന്നിയുടെ വേരിൽ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. കയ്യോന്നിയുടെ വേര് ഞാനങ്ങനെ മുറിച്ച് കളയുന്നില്ല കേട്ടോ. അതും ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് കയ്യോന്നി കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ എണ്ണ കാച്ചുന്നതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കയ്യോന്നി. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അത്രയും കയ്യോന്നി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വേരോടെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുവേ. നേരത്തെയൊക്കെ ഞാൻ കല്ലിലിട്ടായിരുന്നു കേട്ടോ ഇടിച്ച് പിഴിഞ്ഞെടുക്കാറ്. ഇപ്പം മടി കാരണം ഞാൻ പിന്നെ മിക്സിയിലേക്ക് ആക്കി. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം കറിവേപ്പില ഊരിയിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇതളൊന്നും ആയിട്ടിടുന്നില്ല. അതിൻ്റെ ഞെട്ട് എടുത്ത് കളഞ്ഞിട്ട് ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 ചെമ്പരത്തിപ്പൂവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നാളത്തേക്ക്, അതല്ലെങ്കിൽ എണ്ണ കനച്ച് പോവുകയും ഒരുപാട് നാൾ ഇരുന്ന് യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് എത്രയുമാണോ വേണ്ടത് അത്രയും മാത്രമാണ് കേട്ടോ ഞാൻ കാച്ചി വയ്ക്കാറുള്ളത്. പിന്നെ കയ്യോന്നി ഇട്ട് കൊടുക്കുമ്പം കയ്യോന്നി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. കയ്യോന്നിയുടെ തണ്ടിന് ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണേ. നമുക്ക് 2 മൂട് കയ്യോന്നിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും കിട്ടിയില്ല. കയ്യോന്നി ഇട്ടാൽ നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് കേട്ടോ
എണ്ണ ഉണ്ടാക്കുന്നത്. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എണ്ണ കാച്ചി തേക്കാൻ നിന്നാൽ അത് കിട്ടാതെ വരുമ്പോൾ പിന്നെയും നമുക്ക് എണ്ണ കാച്ചാൻ എടുക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സംഭവങ്ങളെല്ലാം കൂടെ വെച്ചാണ് ഞാൻ സാധാരണ എണ്ണ കാച്ചി തേക്കാറുള്ളത്. അതായത് നമ്മുടെ കയ്യോന്നിയും ചെമ്പരത്തിയും കറിവേപ്പിലയും തന്നെ. കറ്റാർവാഴ ഇടുമ്പോൾ അതിനകത്ത് ജെല്ല് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാതെ നമുക്കിതുപോലെ മുഴുവനെ പിച്ചി ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതിനകത്തെ ആ യെല്ലോ കളറ് ഫ്ലൂയിഡ് പോയതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. 2 കറ്റാർവാഴയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചിലർ കറ്റാർവാഴയുടെ ജെല്ല് കടയിൽ മേടിക്കുന്നത് യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാതെ കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായിട്ട് തലയിൽ തേച്ച് കൊടുക്കുമ്പോഴും ഇതിനകത്തുനിന്ന് ജെല്ല് മാത്രമായിട്ട് വേർതിരിച്ച് അങ്ങനെ തേച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടപ്പോൾ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചാൽ അരച്ചെടുത്തപ്പോൾ ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്നും വേണ്ട, ഇതിന് അല്പം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇത്രത്തോളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മതി, എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഇത്രയും മതി. അങ്ങനെ നമ്മൾ ഗ്യാസിലൊന്നുമല്ല വിറകടുപ്പിൽ വെച്ച് തന്നെയാണ് എണ്ണ കാച്ചുന്നത്. കയ്യിലെ ചെറു തീയിൽ കിടന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുള്ളൂ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി ഉലുവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഉലുവ ഒന്ന് ജസ്റ്റ് അതിൽ കിടന്ന് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൗണ്ട് പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്ന് മാറി നിന്നോളൂ. ഇനി നമുക്ക് കൈവിടാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തവി എടുക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് നന്നായിട്ട് നമുക്കിനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറു തീയിൽ വേണം ഇത് തിളച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം അങ്ങ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, കുറച്ച് ടൈം എടുക്കും. അതൊന്ന് ക്ഷമയോടെ ഒന്ന് നിന്ന് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്ന കാരണം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര വേഗത്തിൽ എണ്ണ റെഡിയായത്. അപ്പം നമുക്ക് പരുവായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തിരിശില എടുത്ത് കുറച്ച് എണ്ണയിൽ മുക്കി ഒന്ന് കത്തിച്ച് നോക്കുക. നല്ല ചൂടായിരുന്നു കേട്ടോ. അടുപ്പിൻ്റെ അവിടെ കത്തിക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ ഞാൻ തീപ്പെട്ടി ഉരച്ച് കത്തിച്ച് എടുത്തത്. അപ്പോൾ അങ്ങനെ കത്തിക്കുമ്പോൾ പൊട്ടുന്ന സൗണ്ട്, വെള്ളമയം ഉണ്ടെങ്കിൽ കിരികിരാന്നൊന്ന് പൊട്ടുമല്ലോ, ആ പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലെങ്കിൽ നമ്മുടെ എണ്ണ പരുവായെന്നാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒരു ചെറിയ പച്ച കളറിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ എണ്ണ കറക്റ്റ് പരുവായിട്ടുണ്ട്. അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് കത്തിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം നേരം അടുപ്പിൽ വെക്കണ്ട, വേഗം തന്നെ വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ എണ്ണ കാണുമ്പോഴേ അറിയാം, മട്ടെല്ലാം താഴെ അടിഞ്ഞിട്ട് എണ്ണ മാത്രം മേളിൽ വന്ന് കിടപ്പുണ്ട്. അതൊരു ഇളം പച്ച കളറിൽ ഉള്ള എണ്ണയാണ് കേട്ടോ. ഇനി നമുക്കിത് വേഗം തന്നെ വാങ്ങി വെക്കാം. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടും നന്നായിട്ട് തവി വെച്ച് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് വിട്ടുപോകാൻ അല്പസമയം എടുക്കും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഈ എണ്ണ കാച്ചുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എന്നത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുന്ന ടൈമിൽ ഈ എണ്ണ വെച്ച് കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കാണിക്കുമ്പോൾ 1-2 പേര്, ആകപ്പാടെ നമ്മുടെ വീഡിയോ ഒരു 30 പേരെ കൂടുതൽ കാണാറില്ല. അങ്ങനെ 1-2 പേരെങ്കിലും ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇവിടെ കിടന്നോട്ടെ അല്ലേ. അപ്പോൾ ഒരു ദിവസം ഞാൻ എണ്ണ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇരുമ്പൊക്കെ ഒന്ന് ഇറങ്ങിട്ട് എണ്ണയിലേക്കെന്ന് കരുതി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ എണ്ണ കുപ്പിയിലേക്ക് മാറ്റി ഒഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ വേറൊരു ഹെയർ കെയറുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ വേറെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, എന്തായാലും അതും കൂടെ ഒന്ന് കയറി കാണണേ.